ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാലിക്കറ്റ് പോവാണ് ഗായ്സ്. കുറച്ച് പർച്ചേസിങ് ഉണ്ട്, അതേപോലെ തന്നെ ബീച്ചിലൊന്ന് പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ബാക്കി കാര്യങ്ങളൊക്കെ ബ്ലോഗിലൂടെ കാണാം. അങ്ങനെ ഞങ്ങൾ എസ് ഗായ്സ്. ഭയങ്കര തിരക്കായിരുന്നു വിഷയമായതുകൊണ്ട് തന്നെ ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇല്ലല്ലേ ആരുണ്ടാവാനാ. പിന്നെ ഞങ്ങൾ ബീച്ചിലൂടെ കുറച്ച് നേരമൊക്കെ നടന്നു. അപ്പോഴാണ് അവിടെ ഒരു ഒട്ടക സവാരി കണ്ടിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. അതിൻ്റെ മുകളിൽ കയറി നടക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ ക്യൂ ആയിരുന്നു. അതിന് 100 റുപ്പീസ് എങ്ങനെയാണ് അവർ ചാർജ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ദൂരെ പോകുകയുള്ളൂ. പക്ഷെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും. ഒരുപാട് പേര് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഐസ്വരത്തിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ കുറച്ച് നേരം നടന്നു കഴിയുമ്പോഴാണ് അവിടെ ഇപ്പോഴത്തെ വൈറൽ താരമായിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഒരുപാട് വിഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്തു. ഞങ്ങൾ കല്ലുമ്മക്കായായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായിട്ടില്ല. ഒരു ആവറേജ് സാധനം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ദൂരത്തുനിന്ന് തന്നെ വരുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഞങ്ങൾ അതിലൊക്കെ കുറച്ചൊക്കെ ദൂരം നടന്നു. ഇപ്പം ബീച്ചിൽ വന്ന മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ചധികം ദൂരം നടന്നു. ബീച്ചിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഈവനിങ് പോയിട്ട് എൻജോയ് ചെയ്ത് പോരാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇപ്പം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പണ്ടത്തെ നൊസ്റ്റാൾജിയ ഫീൽ കിട്ടില്ല എന്നുള്ളത് അത് വേറൊരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും കുട്ടികൾക്കൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോൾ ബീച്ച്. അങ്ങനെ അവിടെ ഒരു പാനിപ്പൂരി കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 8 പീസിന് 50 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പാനിപ്പൂരി ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി. 12:30 ആയിട്ടുണ്ടാവും ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ വീട്ടിലെത്തിയ പാടെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി. അത്യാവശ്യം നല്ല സാധനങ്ങളായിരുന്നു ഉള്ളത്. ഞങ്ങൾ SMലേക്ക് പോകുമ്പോൾ എപ്പോഴും വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് ഏറെ മേടിക്കാറുള്ളത്. അങ്ങനെ നല്ലത് നോക്കിയതിൻ്റെ ശേഷം ഒന്ന് അടുക്കി ഒതുക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ കുളിച്ച് ഫ്രഷായി കിടക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വ്ളോഗായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത